രാജ്കുമാർ റാവുവിനെ നായകനാക്കി പുൽകിത് സംവിധാനം ചെയ്ത ഹിന്ദി സിനിമയാണ് മാലിക്. ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസാണ് ലഭിച്ചത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഡ്രാമ മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. സ്ലോ പേസ് ഡ്രാമ ആയിട്ടാണ് തോന്നിയത്. പൊളിറ്റിക്കൽ ഡ്രാമയും കുറച്ച് ആക്ഷൻ ത്രില്ലറും പ്രതീക്ഷിച്ച് പോയാൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന മൂവി ആയിട്ടാണ് മാലിക്കിനെ എനിക്ക് തോന്നിയത്. ഒന്നോ രണ്ടോ ഹൈ മൂമെൻറ്റ്സ് ചിത്രത്തിൻ്റെ മധ്യത്തിലും അവസാന ഘട്ടത്തിലും ഉള്ളൂ. അധികം ഹൈ മൂമെൻറ്റ്സ് ഞാൻ ഈ ചിത്രത്തിൽ വേറെ എവിടെയും കണ്ടില്ല. ഹോണസ്റ്റായി ഞാൻ പറയുകയാണെങ്കിൽ ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് മാലിക്കിനെ തോന്നിയത്. ചിലർ ഈ സിനിമയുടെ സംവിധാനത്തെയും തിരക്കഥയെയും പറ്റി വിമർശിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ജോണർ ഡ്രാമ ആണ്. അത് മനസ്സിലാക്കാതെ സിനിമ കണ്ട് ഡിസപ്പോയിൻമെൻറ്റ് ആയവർ ആണ് ഇത്തരത്തിൽ വിമർശിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു സ്റ്റോറി, 1980s അലഹദാബാദിൽ നടക്കുന്ന ഒരു സ്റ്റോറി, അതിൽ നടക്കുന്ന പൊളിറ്റിക്സും അതിനെ പറ്റിയുണ്ടാകുന്ന എതിരാളികൾ, അവരെ മാലിക് എന്ന കഥാപാത്രം എങ്ങനെ നേരിടുന്നു എന്നതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ലോ പേസ് പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ഡ്രാമ പടം. അതിനു അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. രാജ്കുമാർ റാവുവിൻ്റെ പ്രകടനമാണ് മാലിക്കിൽ എടുത്തു പറയാൻ തക്ക ഉള്ളത്. ഇതുപോലെയുള്ള മികച്ച മൂവീസ് സീരീസ് റിവ്യൂസ് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.